കുട്ടികൾക്കൊക്കെ കയറി ഇറങ്ങി കഴിക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലമാണ്, കുട്ടികളെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ് ഡയമണ്ട് കട്ട്സ്. നമ്മളിത് തയ്യാറാക്കുന്നത് മൈദാപ്പൊടിയിലാണ്. ഞാൻ 2 ഗ്ലാസ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ml എന്നൊന്നുമില്ല, ഏത് നിങ്ങളെടുക്കുന്ന ഏത് കപ്പിന് ആ കപ്പിന് അല്ലെങ്കിൽ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദ. ആ ഗ്ലാസിൻ്റെ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ 3/4 ഭാഗം പഞ്ചസാര, പിന്നെ ഇച്ചിരി സോഡാപ്പൊടി, അല്പം നെയ്യ്, ഉപ്പ്, അത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. നമുക്കിനി മൈദ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. സോഡാപ്പൊടി ഒരു പിഞ്ച്, ഇത്രയും മതി പിഞ്ച്. ഉപ്പ് അല്പം മതി, കാരണം നമ്മൾ മധുരമുള്ള സാധനം വേണ്ട, ഒരു പൊട്ടുപ്പ് മതി. പിന്നെ നെയ്യ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോകൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. മൈദയാണ്, ഒരുമിച്ച് കുഴയ്ക്കാതെ കുറേശ്ശെ വെള്ളം ഇട്ട് കുഴയ്ക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പരുവത്തിന്. അപ്പം നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മാവ് ചപ്പാത്തി എടുക്കുന്നത് പോലെ ചെറിയ ഉരുളകളാക്കാം. കൊച്ചു കൊച്ചു ഉരുളകളാക്കി ഇത് പരത്താനും മൈദാപ്പൊടി എടുത്തിരിക്കുന്നു. നല്ല മയമുണ്ട് മാവിന്. കുറച്ച് നേരം മാവിരുന്നില്ലേ, അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ ഉരുളാക്കി മാറ്റാം. ഇത് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ ഇച്ചിരി കൂടെ ടേസ്റ്റ് മഴയ്ക്കണം. നമുക്കിങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം. ഒത്തിരി കനം കുറയ്ക്കണ്ട.
ഇനി നമുക്കിത് ചേർത്ത് എടുത്തിട്ട് ഡയമണ്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യണം. സൈഡ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് തിരിച്ചുവിടാം. കുഴപ്പമില്ല, ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് പോയാൽ മതി. ബാക്കി തന്നെ മാവൊന്നും കളയരുത്, എല്ലാം അതുപോലെ ഷേപ്പില്ലാത്ത കഷ്ണങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് വേറൊരു ബോളാക്കാം. വീണ്ടും ഇതുപോലെ അടുത്തുള്ളവർക്ക് മാവ് മുക്കുക, പരത്തുക. വളരെ എളുപ്പമാണ് വറുത്താൻ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരെണ്ണം. പിന്നെ നെയ്യ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, നെയ്യോ വെളിച്ചെണ്ണോ എന്തുവാന്ന് വെച്ചാൽ. ഗ്യാസ് കത്തിക്കുക. ഉള്ളി വെള്ളമയമുണ്ട്, വെള്ളമയം ഒന്ന് പൊക്കോട്ടെ. വെള്ളമയം മാറി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്, ലെമൺ ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മീഡിയം സൈസാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എളുപ്പം മൂത്ത് പോകും. അവിടെ നമ്മുടെ ലെമൺ ഒക്കെ നല്ല പൊങ്ങി വന്നിരിക്കുകയാണ്.
നമുക്കിത് മറിച്ചിടാം. ഒന്ന് മറിച്ചിട്ട് നോക്കാം. നമ്മുടെ അതിന് മൂട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് പോരാം. നമുക്കിനി അടുത്ത് വച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഡയമണ്ട് കട്ട്സ് എല്ലാം വറുത്ത് ഊരിയിരിക്കുകയാണ്. ഇതിനി ഒന്ന് ആറിക്കഴിഞ്ഞിട്ടേ നമുക്ക് പാവ് കാച്ചാൻ പറ്റത്തുള്ളൂ. ആറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡയമണ്ട് കട്ട്സ് അപ്പോൾ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് കാച്ചാം. ഏത് പാത്രത്തിലാണോ നമ്മൾ മൈദ ഇളന്ന് ആ പാത്രത്തിന് 3/4 കപ്പ് പഞ്ചസാര. പിന്നെ വേണ്ടത് 2 ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം. തീ ഒന്ന് കൂട്ടി കൊടുക്കുക. പഞ്ചസാര ഉരുകട്ടെ. മീഡിയം തീ വെക്കണം. ഉരുകിക്കോട്ടെ. നമ്മുടെ പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഉരുകിക്കോട്ടെ. ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ പാവ് കാച്ചുമ്പം നൂൽ പരുവമാകത്തില്ലേ? അതുപോലൊന്നും ആവണ്ട. പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. പഞ്ചസാര മുഴുവൻ ഉരുകിയിട്ടുണ്ട്. ഇനി ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒട്ടുന്ന പരുവം ആയില്ല, ഇച്ചിരി കൂടെ ഉണ്ട്. ചൂടാകാനുണ്ട്. നമ്മുടെ പാവ് റെഡിയായി വരുന്നുണ്ട്. അതാണ് ഒട്ടുന്ന പരുവമായി. നമുക്കിനി ഡയമണ്ട് കട്ട്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. എളുപ്പം ഇളക്കുക.
ഡയമണ്ടിലെല്ലാം പഞ്ചസാര ഡയമണ്ട് കട്ട്സ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇതാണ്ട് വൃത്തിയായിട്ടായിട്ടുണ്ട്. പഞ്ചസാര എല്ലാം പിടിച്ച് പാനി കറക്റ്റായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അപ്പം നമ്മളിത് എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദാപ്പൊടി, എടുത്ത ഗ്ലാസ്സിന് തന്നെ 3/4 പഞ്ചസാര, പിന്നെ ഉപ്പ്, ഒരല്പം സോഡാപ്പൊടി. ഇത്ര സാധനം മാത്രമേ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ മൈദ കൂട്ടുന്നത് കാരണം അത് മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അല്പം നെയ്യും കൂടിയിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം.